ഹായ് ടു ഓൾ. ഇന്ന് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനം, 171ാമത്തെ ജയന്തി ദിനമാണ്. ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരുടെ സുഖത്തിനായവരാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നിന്നായാൽ മതി. കള്ള് ചെത്തരുത്, വിൽക്കരുത്, അത് കുടിക്കരുത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക എന്നാണ്. അതായത് നല്ലൊരു പൂർണ്ണനായ ഒരു മനുഷ്യനായി മാറുക, സന്തോഷവും സംതൃപ്തിയും സമാധാനവും നിറഞ്ഞൊരു ജീവിതം ഉള്ളൊരു മനുഷ്യനായി മാറുക. നമുക്ക് മറ്റുള്ളവരെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കാൻ കഴിയുക. അരുവിപ്പുറത്തെ പ്രതിഷ്ഠ, അതിനുശേഷം പ്രതിഷ്ഠിച്ചിടത്തെല്ലാം കളവും കോട് വന്നപ്പോൾ അവിടെ ബഹളം നടന്നപ്പോൾ പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠയാണ് കണ്ണാടി പ്രതിഷ്ഠ. കളവും കോടുണ്ട്, അതുപോലെ പല അമ്പലങ്ങളിലും കണ്ണാടി പ്രതിഷ്ഠയുണ്ട്. ഈ കണ്ണാടി പ്രതിഷ്ഠയിൽ നമ്മൾ പോയിട്ട് ചന്ദനം തൊടാനായിട്ടല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ് ദൈവത്തിൻ്റെ അംശം, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മളിൽ അത് കണ്ടുകൊണ്ട് നമ്മളെ തന്നെ വണങ്ങുക എന്നുള്ളതാണ്. ക്ഷേത്രമെന്ന് പറയുന്നത് ഗുരുദേവ സങ്കല്പത്തിൽ അതൊരു വായനശാലയാണ്. അവിടെ ഒത്തിരി അറിവും കാര്യങ്ങളും പകർന്നു നൽകുന്ന ഒരു വിദ്യാലയമായി മാറണം. മരങ്ങൾ നടണം. മരങ്ങൾ നട്ടാൽ അത് പഴങ്ങൾ തരും, തണൽ തരും. എന്ത് നല്ല ആശയങ്ങൾ! ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആ നാഗമ്പടത്തെ മഹാദേവ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ വെച്ചുള്ള ആ തേന്മാവിൻ പഴ ചൂട്ടിൽ ഇരുന്നാണ് ആ തീരുമാനമെടുത്തത്, അതിന് അനുമതി കൊടുത്തു, അല്ലേ? അതായത് നമ്മൾ പ്രകൃതിയെയും നമ്മൾ മറ്റുള്ളവരെയും എല്ലാവരെയും പരസ്പരം നല്ല ബഹുമാനത്തോടെ സ്നേഹിക്കുക, പെരുമാറുക എന്നുള്ളൊരു ഉത്തമ മനുഷ്യനായി മാറുക എന്നുള്ളതാണ് ഗുരുദേവ ദിന സന്ദേശം. അതുപോലെ ചെലവ് ചുരുക്കുക, മിതമയം പാലിക്കുക, ആഘോഷങ്ങൾ അധികമാവരുത്, കരിയും കരിമരുന്നും പാടില്ല എന്നൊക്കെയാണ് ഗുരുദേവ വചനങ്ങൾ. പക്ഷേ ഇന്നുള്ള ആഘോഷങ്ങളൊക്കെ വളരെ വലിയ ആഘോഷങ്ങളാണ് ഗുരുദേവ ജയന്തിക്ക് പോലും ഉള്ളത്. തീർച്ചയായിട്ടും നമുക്കെല്ലാം മാതൃകയാക്കാവുന്ന ഒരു പുണ്യജന്മമാണ് അദ്ദേഹം. കേരളത്തിൻ്റെ ഭ്രാന്താലയം എന്ന് വിളിപ്പിച്ചിരിക്കുന്ന കേരളത്തിനെ ഇന്നീ നിലയിലേക്ക് എത്തിക്കുവാൻ ആ മഹാത്മാവിൻ്റെ കാഴ്ചപ്പാടിലുണ്ടായ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സഹായകരമായിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഗുരുദേവ ദിനാശംസകൾ.